കുഞ്ഞ് എന്താ ഒച്ച വയ്ക്കുന്ന കേട്ടെ? സാറാണെങ്കിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഒരു ഒരു എട്ടുകാലി, അത്രേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചുപോയി. പക്ഷേ പല്ലിയും എട്ടുകാലിൽ നിന്ന് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണല്ലോ. ഇതിപ്പോൾ എവിടുന്നാ വന്നേ? അതെങ്ങോട്ട് കയറിപ്പോയേ? അത് ബെഡിൻ്റെ അടിയിലേക്ക് ഓടിപ്പോയേ. ആണോ? എന്നാ മാറിക്കേ, ഞാൻ നോക്കട്ടെ. ഏയ് വേണ്ട ചേച്ചി, അത് കുഴപ്പമില്ല, അത് പോയിട്ടുണ്ടാവും. എന്നാ വേണ്ട. കുഞ്ഞേ വേഗം റെഡിയാവും. ആ പിന്നെ റബേക്ക ഉടുപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? ആ ചേച്ചി, കുഴപ്പമൊന്നുമില്ല, ഉടുപ്പ് ഓക്കെയാ. എന്നാൽ പിന്നെ കുഞ്ഞ് റെഡിയായിട്ട് താഴോട്ട് വാട്ടോ, ഞാൻ പോവാം. ചേച്ചി പോവല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ വരണോ? അതെന്താ കുഞ്ഞ് നീ അങ്ങനെ ചോദിച്ചേ? നീ വരാതെ പിന്നെ? അത് ചേച്ചി, ഞാൻ അത്രയും ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് എന്തോ പേടി പോലെ. പേടിയോ? എന്തിന്? കുഞ്ഞെ, ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ്. സെർവൻസ് ആയിട്ടുള്ള ഞങ്ങളെ പോലും ഒരുത്തനും തൊടാൻ ധൈര്യപ്പെടില്ല. പിന്നെയല്ലേ കുഞ്ഞിനെ. കുഞ്ഞു വാ. എന്നാലും ഒരെന്നാലും ഇല്ല. കുഞ്ഞ് വേഗം റെഡിയാവുക, നമുക്ക് ഒരുമിച്ച് താഴോട്ടിറങ്ങാം കേട്ടോ. ആ ചേച്ചി. En esta noche la vida es completa. En este segundo la vida es muy rica. മാഫിയാണെങ്കിൽ എന്താ, ഈ സോ ഹോട്ടല്ലേ. ഐ വിഷ് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഇത്. ഡ്രീം ഓൺ. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഹി ഈസ് ഗോയിങ് ടു ബി മൈൻ സൂൺ. ഡാഡി ജെയ്ജയ്ക്കോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ജെയ്ജയ്ക്ക് കൂടി സമ്മതിക്കണ്ടേ? ഐ ഡോണ്ട് തിങ്ക് സോ. നമുക്ക് കാണാം. ഗുഡ് ഈവനിങ്. എൻ്റെ 28 വർഷത്തെ ബിസിനസ് ജേണിയിൽ കൂടെ ഉണ്ടായിരുന്ന ഡീലേഴ്സ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സ്, എൻജോയ് ദ പാർട്ടി ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ഹേയ്, ഐ ഹവ് ഹേർഡ് ദാറ്റ് ജിയോൺ ചുങ്കുക്കിന് ഒരു നിധി കിട്ടിയെന്ന്, ഒരു 1.5 ഐറ്റത്തിന്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അല്ല, ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ്റെ ഇടയിൽ നിന്ന് പൊക്കിയതാണെന്നാണ് കേട്ടെ. ഷീസ് ആൻ ഓഫൻ. എനിക്ക് ആ ഓർഫനേജിൻ്റെ സിസ്റ്ററിനെ അറിയാം. അങ്ങനെ ആ കൊച്ചിനെ കാണാൻ എങ്ങനെ ഡാളിയ ഒരു രക്ഷയില്ല. ആ ഓർഫനേജ് വെച്ച് കണ്ടപ്പോഴേ എനിക്ക് ആ കൊച്ചിനോട് ചെറിയ സ്പാർക്ക് അടിച്ചതാണ്. പക്ഷേ കുറച്ച് ലാഗായിപ്പോയി, അതുകൊണ്ട് മിസ്സായി. ഇല്ലേ ഞാൻ കൊത്തിയാനെ. അത്രയും സുന്ദരിയാണോ? പിന്നല്ല, എൻ്റെ പൊന്നെ, കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല. ഒച്ചാതി ഭംഗി എന്നെ കാണാൻ. ശോ, എനിക്കതിനൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ച് ആ പെങ്കുച്ചി ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ദേ വരുന്നുണ്ട്. Wow. You're right, huh? She's damn gorgeous.
This motherfuckers. Everybody, eyes down. ഇവിടുന്ന് ആർക്കും ബ്ലൈൻഡ് ആയിട്ട് പോവണ്ടെങ്കിൽ eyes fucking down. അയാളെന്താ എന്നെ അങ്ങനെ നോക്കിയിട്ട് പോയേ? ചേച്ചിയോട് എനിക്ക് സിഗ്നൽ വരുന്നുണ്ടല്ലോ. കുഞ്ഞ് വേഗം വാ, പോകാം. നാൻസി, ഞാനും ഹെൽപ്പ് ചെയ്തോട്ടെ? ഏയ് വേണ്ട വേണ്ട വേണ്ട. മാമിനെ കൊണ്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ ഇവിടെ നിന്നെടുത്ത് ഒന്ന് അപ്പുറത്ത് വെപ്പിച്ചാൽ പോലും സാറ് ഞങ്ങളെ കൊല്ലും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണ കാര്യത്തെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട. ചേച്ചി, ഇല്ല ഇല്ല, ഈ കാര്യത്തിൽ ഞാൻ ആൻസറുടെ കൂടെയാണ്. അതിനെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട. കുഞ്ഞിവിടെ അടങ്ങിയിരി. ചേച്ചി പ്ലീസ്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ആ, കുഞ്ഞ് വൈകുന്നേരം ചായ മാത്രമല്ലേ കുടിച്ചുള്ളൂ, ഒന്നും കഴിച്ചില്ലല്ലോ. ദേ ഇതൊക്കെ എടുത്ത് കഴിച്ച് വിശക്കുന്നുണ്ടാവില്ലേ? എനിക്ക് വേണ്ട, എനിക്ക് ബോറടിക്കുന്നു. ബോറടിക്കുന്നുണ്ടോ? എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. മാം നന്നായിട്ട് പാടില്ലേ? ഞാൻ അവിടെ പോയി പറയട്ടെ? ഏയ് വേണ്ട വേണ്ട വേണ്ട, എനിക്കൊന്നും ചെയ്യണ്ട, ഞാനിവിടെ നിന്നോളാം. ആ, അങ്ങനെ വഴിക്കുവാ. ഹേയ്, നിന്നെ തന്നെ. കം ഓവർ ഹിയർ. ഈ ഓറഞ്ച് ജ്യൂസ് തീരെ ശരിയായിട്ടില്ല. പോയി ഞങ്ങൾക്ക് വേറെ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുപോവാം. എന്താ നോക്കുന്നേ? ജസ്റ്റ് ഗോ. എടി വെയിറ്റ്, ഇവളുടെ ഡ്രസ്സ് നോക്കിയേ. ഇറ്റ് സീംസ് ലൈക്ക് ബ്രാൻഡഡ്. ആൻഡ് ഓർണമെൻറ്റ്സ് നോക്ക്. ഇവളെ മെയ്ഡാന്ന് നിനക്ക് തന്നെ മനസ്സിലായി. ഇവള് മെയ്ഡ്സിൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചതാ. അപ്പോൾ നീ മെയ്ഡല്ലേ? അല്ല. പിന്നെന്താ നീ ഒന്നും പറയാഞ്ഞേ? അല്ല, നീ ഇവിടുത്തെ മെയ്ഡില്ലെങ്കിൽ പിന്നെ നീ ആരാ? അത് ഞാൻ ആ, നീ ഞാൻ അയാളെ ഞാൻ എങ്ങനെയാ വിളിക്കുക? നിനക്കെന്താ സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ ജിയോ സാറിൻ്റെ. ആ, ജങ്കുക്കിൻ്റെ സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. വാട്ട്? നോ വേ. നിന്റെ ഡാഡിയുടെ പേരെന്താ? ജോലി എന്താ? എനിക്ക് ആരുമില്ല. വാട്ട്? അപ്പം നീ അനാഥയാണോ? അതെ. വാവ്, കുടുംബമില്ല, അന്തസ്സുമില്ല, സ്റ്റാറ്റസുമില്ല, യോഗ്യതയുമില്ല. നീ അവിടെ കിടക്കുന്നു, ജങ്കുക്ക് അവിടെ കിടക്കുന്നു. ഓ ഗോഡ്, ജങ്കുക്ക് ഡിസേർവ്സ് ഗേൾസ് ലൈക്ക് us ഫ്രം ഗുഡ് ഫാമിലി ആൻഡ് ക്ലാസ്. നീ വെറും ഒരു തേർഡ് റേറ്റ് ഓർഫൻ. എങ്ങനെയാണ് നീ വശീകരിച്ചേ? നീയൊക്കെ ജങ്കുക്കിൻ്റെ വൺ ടൈം യൂസിനേ ഉള്ളൂ. നിനക്കൊക്കെ അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. യു നോ, യു ആർ ലിറ്ററലി ഡൈയിങ് ഫോർ ഹിം. അതിപ്പോൾ വൺ ടൈം ആണെങ്കിൽ കൂടി യു ജസ്റ്റ് ക്രേസി ഫോർ ഹിം. അപ്പോൾ നിന്നെപ്പോലുള്ള ഒരുത്തി ജങ്കുക്കിനെ മാരി ചെയ്യാൻ പോവാന്ന് കേട്ടപ്പോൾ ഐ കാൻറ്റ് ഈവൻ ഇമാജിൻ. ഡിസ്കസ്റ്റിംഗ്. ദേ, ഇത്രയും നേരം മിണ്ടാതിരുന്നത് മര്യാദ കൊണ്ടാണ്. നിങ്ങൾ ഇവിടെ കയറി വന്ന ഗസ്റ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ആരോടെ ഈ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഇതെങ്ങാനും സാറ് അറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞ ഇവളെപ്പോലെ പട്ടിയുടെ വിലയുള്ള ഒരുത്തിക്ക് വേണ്ടി ഞങ്ങളെങ്ങ് കൊല്ലുവോ? ആ, ചിലപ്പോൾ അതും ചെയ്തൊന്നിരിക്കും. ഓ റിയലി? കണ്ടില്ലേ, സെർവൻസ് പോലും ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിയൊന്നുമല്ല, സത്യമാണ്. ചേച്ചി മതി, എനിക്ക് മുറിയിലോട്ട് പോകണം. എൻ്റെ കൂടെ വാ. ആ കുഞ്ഞെ, നാൻസി നീ കിച്ചണിലോട്ട് ചെല്ല്. ശരി. എത്ര ധൈര്യം ഉണ്ടായിട്ട് അവൾമാർ കുഞ്ഞിനോട് അങ്ങനെയൊക്കെ പെരുമാറിയേ. കുഞ്ഞിനെ കരയിപ്പിച്ച് നോക്കിക്കോ കുഞ്ഞെ. ഇത് ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. ചേച്ചി വേണ്ട, എന്തിനാ പറഞ്ഞിട്ട് അവരെ കൊല്ലാനോ? അവരെ കൊന്നിട്ട്
എനിക്കെന്ത് കിട്ടാനാ? എനിക്ക് സന്തോഷം വരുന്ന ഒരിക്കലുമില്ല. സത്യമല്ല അവർ പറഞ്ഞ്. എനിക്ക് എന്ത് യോഗ്യതയുള്ള പട്ടിയുടെ വിലയല്ലേ ഉള്ളൂ. ഞാൻ എത്ര കെഞ്ചിയതാ എന്നെ വിടാൻ പറഞ്ഞിട്ട്. ഞാനും അയാളും തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് ഇയാൾക്ക് എന്താ മനസ്സിലാവാത്ത? എനിക്ക് പയ്യെ ചേച്ചി ഓരോരുത്തരുടെ കുത്തുവാക്ക് കേട്ട് ഇങ്ങനെ ജീവിക്കാനായിട്ട്. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഞാൻ അയാൾക്ക് ചേർന്ന പെണ്ണല്ല. കുഞ്ഞേ, നീ വായി തോന്നുന്നതൊന്നും പറയല്ലേ, വേണ്ടാതൊന്നും വിചാരിക്കല്ലേ. ചേച്ചി പ്ലീസ്, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ഞാൻ പോവാം. പക്ഷേ കുഞ്ഞൊന്നും ഓർത്തോ, നീ വിചാരിച്ച് കൂട്ടുന്നതൊക്കെ തെറ്റാ. അവൾമാര് എന്നോടുള്ള അസൂയ കാരണോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് നിന്നെ വേദനിപ്പിച്ച്. അത് മനസ്സിലാക്കിക്കോ.